പോലെ എന്തെങ്കിലുമൊക്കെ ഏതെല്ലാം പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ അബദ്ധങ്ങൾ വരുന്നല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. കിട്ടിയാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനോട് പറയുമ്പോൾ മഹായിച്ചാണ്. അങ്ങനെയല്ല, ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. എൻ്റെ പൊന്നി എനിക്ക് പറയാതിരിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇടുമ്പോൾ കിട്ടുന്നത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാണിക്കുന്നതിന് നോവുന്നു. ഞാൻ ചൂട് പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം, അത് വരില്ല കേട്ടോ. ഹലോ, ഇപ്പം നമ്മുടെ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഡാസ്ലറിൻ്റെ DL025 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡ്. എൻ്റെ പൊന്നെ, ഇതിനെപ്പറ്റി ഇത്രയും പേര് പറയുമ്പം കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ഞാനോട് ഇതിനെ പറ്റിയിട്ട് 10 കാര്യങ്ങൾ പറയണം, എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ എന്താണെങ്കിലും പറയാം കേട്ടോ. വേറൊന്നുമല്ല, ഞാനീ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല, എന്നാലും ഞാൻ പറയാം. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീടിന് ചുറ്റുപാടുള്ളവർ ആ അടുത്തൊക്കെ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോയാൽ ഒന്നും ലിപ്സ്റ്റിക്ക് ഇടത്തേ ഇല്ലായിരുന്നു. എന്നാൽ ഈ ഒരു ഷെയ്ഡ് എൻ്റെ കൈ കിട്ടിയപ്പോൾ തൊട്ട് കിച്ചു മോനെ അംഗനവാടി വിടാൻ പോയപ്പോലെ, അത് നമ്മുടെ തൊട്ട് താഴെ കേട്ടോ, അവിടെ വരെ പോയാൽ പോലും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടും. എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇന്ത്യക്ക് ആത്മാവ് കൂടി ഇനി പുറത്തെടുത്താൽ മതി, ഇതെന്നെ കണ്ടില്ലേ. അപ്പം ഞാൻ വാങ്ങിച്ചാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യേണ്ട. അതിൻ്റെ വേറൊരു നമ്മൾ വലിയ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് മുടക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനോട് പറയുമ്പോൾ മഹായിച്ചാണ്. അങ്ങനെയല്ല, ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒത്തിരി പൈസ കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ ലിപ്സ്റ്റിക് ലവറൊന്നും അല്ല. അപ്പം ഇത് തീരാറായപ്പം ഞാൻ വാങ്ങിച്ചൊരു ഷെയ്ഡാട്ടോ. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഡാസ്ലറിൻ്റെ DL004 എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ്. ഇതൊരു ബർഗണ്ടി കളർ കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ലിപ്സിൽ ഇട്ടിരിക്കുന്ന ഇതാണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ പുറത്തെ വെട്ടത്തിൽ കാണിച്ചു തരാം. ഞാൻ അകത്ത് നിന്നിട്ടാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നെങ്കിലും പുറത്തെ വെട്ടത്തിൽ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, ഞാൻ പുറത്തെ വെട്ടത്തിൽ കാണിക്കുമ്പോൾ എൻ്റെ ദേഹത്തും മുഖത്തും ഒക്കെ അപ്പിടി വെതറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാം. ഇതെന്താണ് എന്നൊന്നും പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞില്ലെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തെ വെട്ടത്തിൽ ഞാൻ ഇതിൻ്റെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇട്ടിട്ടൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും, കാരണം ബർഗണ്ടി കളറാണല്ലോ, അറിയാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് അറിയത്തേ ഇല്ല, ലിപ്സിൽ അങ്ങനെ അധികം ഉണ്ടെന്ന്. കാരണം ഒത്തിരി അങ്ങനെ വാരി പൊത്താറില്ല, ഞാൻ കുറച്ചേ ഇടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിൻ ടോണിനോട് മാച്ചായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് എൻ്റെ പൊന്നി, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതിനെ. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫറാണ്, ഇട്ടിട്ട് അപ്പം തന്നെ ഉമ്മ വെച്ചാൽ അത് അപ്പുറത്ത് കൈ പറ്റും. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമുള്ളവരാണ്. അങ്ങനെ ചെയ്യരുത്. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കുവാണെങ്കിൽ അത്രയൊന്നും കയ്യിലോട്ട് വരത്തില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ലിപ്സിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇട്ടിട്ട് ഇതുണ്ട്, അപ്പം തന്നെ വെക്കുമ്പോൾ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ആവാറില്ല. പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു 8 hours വരെയൊക്കെ ലോങ് ലാസ്റ്റ് 8 hours വരെയൊക്കെ നിൽക്കുമെന്ന്. അത് തന്നെ ഞാൻ പറഞ്ഞാൽ ശരിയാണല്ലോ. 8 hours വരെയൊക്കെ നിൽക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മാക്സിമം കൂടിപ്പോയ ഒരു 3 മണിക്കൂർ. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ അത് അപ്പം തന്നെ പോകും. 3 മണിക്കൂറിന് മുന്നേ പോകും. മാക്സിമം കൂടിപ്പോയ ഒരു 3 മണിക്കൂർ വരെയൊക്കെ നിൽക്കത്തുള്ളൂ. 3 അല്ലെങ്കിൽ 4 അതിനപ്പുറം ഇത് പോയില്ല കേട്ടോ. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റേറ്റിന് ഇത്രയും സമയം നിൽക്കുന്നതും അതുപോലെ തന്നെ ഇത്രയും, അതായത് നമ്മൾ ഇത് ലൈറ്റ് വെയിറ്റ് ആട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിന് ഒക്കെ നമ്മുടെ ഇതിൻ്റെ മണം, ഇതിൻ്റെ നല്ലൊരു മണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മണമുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാരസെറ്റാമോളിൻ്റെ സിറപ്പില്ലേ. പക്ഷേ ഇപ്പോൾ അത്ര ഇല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച സമയത്ത് ശരിക്കും അതുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ പാരസെറ്റാമോളിൻ്റെ ആ ഒരു സിറപ്പിൻ്റെ മണമായിരുന്നു ഇതിന്. നമ്മുടെ ഈ DL025 എന്നുള്ള ഈ ഒരു ഷെയ്ഡിന്. ഇതിന് പക്ഷേ അങ്ങനെ നല്ലൊരു മണം കേട്ടോ. ഇത് പുതിയതാണ്, ഇത് കുറച്ച് നാളായൊരു ഷെയ്ഡാണ്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡാട്ടോ. സൂപ്പറാണ്. നിങ്ങൾ ഇരുന്നറക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടുകൂടെ വാങ്ങിച്ച പൈസ കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഇപ്പോൾ ഇതാണല്ലോ ഇത്രയും ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കൂ കേട്ടോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരുമ്പോൾ 154 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത് അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ഉറപ്പായിട്ടും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട പോട്ടെ. നമ്മൾ എത്രയ്ക്കോ രൂപ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഏതെല്ലാം പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ അബദ്ധങ്ങൾ വരുന്നല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. കിട്ടിയാൽ ഊട്ടി ഇല്ലേ ചട്ടി, ആ ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങ് വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഞാൻ പുറത്തുള്ള ഘട്ടത്തിലുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ പുറത്ത് വെച്ചിട്ടെടുത്ത കേട്ടോ. കാരണം ഒത്തിരി പേര് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ഷെയ്ഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന്. ഇതാട്ടോ, ഇത് എൻ്റെ കയ്യിലിട്ടിട്ട് ഇങ്ങനത്തെ ഈ ഒരു കളറാണ്. ഇപ്പം എൻ്റെ ഫേസിലിട്ടിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫേസിലിടുമ്പോൾ രണ്ടും കണ്ടില്ലേ. എനിക്ക് ആ ബോട്ടിലുള്ള ആ സെയിം കളർ തന്നെ കേട്ടോ എൻ്റെ ഫേസിലിടുമ്പോഴും കിട്ടുന്നത്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. പിന്നെ എനിക്ക് ഒന്നുകൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡാസ്ലറിൻ്റെ DL025 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡാട്ടോ. ഹേസ്നട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടേക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഒരാൾ ഒളിച്ചേ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിതൊന്ന് കയ്യിൽ കാണിച്ചു തന്നെ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് കണ്ടോ, നമ്മൾ എത്ര ഇതാക്കിയാലും ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതാക്കുന്നെങ്കിൽ നമ്മുടെ കൈ വരത്തില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഞാൻ ഈ കാണിക്കുന്ന അതിന് നോവുമെന്ന്. ഞാൻ ഇച്ചിരി കൂടെ പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് വരില്ല കേട്ടോ, അത്ര പെട്ടെന്നൊന്നും വരില്ല.